ഇത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ജനസമ്പർക്ക പരിപാടിയാണ്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിക്ക് അന്തർദേശീയ അംഗീകാരങ്ങൾ തേടി വരുന്നത് വെറുതെയല്ല. പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനത്തെ പ്രാപ്യമാക്കുകയാണ് ഇതിലൂടെ നടക്കുന്നത്. ഇവിടെ ഞങ്ങളിപ്പോൾ കണ്ടു, ഒരുപാട് ആളുകൾ തങ്ങളുടെ ആവലാതികളും പരാതികളും ഒരു മുഖ്യമന്ത്രിയുടെ കൈപിടിച്ച് സങ്കടങ്ങൾ പറയാനുള്ള സ്ഥിതിവിശേഷം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അവർക്ക് അപ്പോൾ അതിന് ആശ്വാസവും ലഭിക്കുകയാണ്. പല തീരുമാനങ്ങളും എടുത്തു നൽകുകയുണ്ടായി. നൂറുകണക്കിന് കേസുകളിൽ നിന്ന് തീരുമാനങ്ങളുണ്ടായി. അതുപോലെ തന്നെ വർഷങ്ങളായി ഫയലുകളിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് വെളിച്ചമുണ്ടാകുന്നു, തീർപ്പുണ്ടാകുന്നു. അങ്ങനെ ഈ ജനസമ്പർക്ക പരിപാടി തുല്യതയില്ലാത്ത ജനക്ഷേമകരമായ ഒരു പുരോഗമന വികസന സംവിധാനമാണ് അതുവഴി കേരളത്തിൽ രൂപപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് പാലക്കാട് ജില്ലയിൽ രണ്ടാം ഘട്ട ജനസമ്പർക്ക പരിപാടി അത്യപൂർവമായ ജനപങ്കാളിത്തമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ പ്രധാനമായ കാരണം ഒന്നാം ഘട്ട ജനസമ്പർക്ക പരിപാടിയുടെ ഫലങ്ങൾ ഇപ്പോഴും ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് നേരിട്ട് സാമ്പത്തിക സഹായം നൽകിയത് മാത്രമല്ല, അതേ തുടർന്നുണ്ടായ മാറ്റങ്ങൾ, പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നത്, ഭൂതർക്കങ്ങൾ പരിഹരിക്കുന്നത്, അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളിലൊക്കെ പരിഹാരമുണ്ടാകുന്നത്, അതെല്ലാം കണ്ടുകൊണ്ട് ഇന്ന് അതിൻ്റെ 10 മടങ്ങ് പരാതിയാണ് പാലക്കാട് ജില്ലയിലെ ഈ ജനസമ്പർക്ക പരിപാടിയിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത്. തീർച്ചയായും ഇതൊരു തുല്യതയില്ലാത്ത, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മാതൃകാപരമായ ഒരു ജനസേവനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു ഭരണ സംവിധാനം മുഴുവനും ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതാണ് ഇവിടെ നമ്മൾ നേരിട്ട് കാണുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും ജനസേവകരായി ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഈ അഭൂതപൂർവമായ, ഈ അവിസ്മരണീയമായ കാഴ്ച പുതിയ ഭരണ രംഗത്തേക്കൊരു വലിയ മാതൃകയാകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്.